നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഡൽഹിയിൽ വളരെ നിർണായകമായ നീക്കം. ഒരുപക്ഷെ പാറ്റകൾ പാറ്റകളെ പോലെ കരിഞ്ഞുണങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും വിചാരിക്കും അവർ ജയിച്ചു, മന്ത്രി ധർമ്മേന്ദ്ര രാജിവെച്ചു, അപ്പോൾ അവർ ജയിച്ചു. പക്ഷേ അതല്ലല്ലോ. ഇത് എല്ലാത്തിൻ്റെയും ഒരു തുടക്കവും മറ്റു ചില നല്ലതുകളുടെ എല്ലാത്തിൻ്റെ അവസാനവും മറ്റു ചില നല്ലതുകളുടെ തുടക്കവുമാണ്, അല്ലേ? ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് ചില അനിഷ്ട സംഭവങ്ങൾ അങ്ങ് അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പാക്കി വിടണം. ഇപ്പം അത് തന്നെയല്ലേ കേന്ദ്രത്തിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യം, കഴിഞ്ഞ 13 വർഷമായിട്ട് ഭരണത്തിൽ ഒരു തലത്തിലും അതായത് മോദി ഭരണത്തിന് ആരും ഇടപെടാനുണ്ടായിട്ടില്ല. പ്രത്യക്ഷമായിട്ട് നമ്മൾ മോദിയുടെ ക്യാബിനറ്റ്, മോദിയുടെ സർക്കാർ, ആ സംവിധാനത്തിലേക്ക് പുറത്തുനിന്ന് ഒരു ബാഹ്യശക്തിയും സർക്കാരിലേക്ക് ഇടപെട്ടിട്ടില്ല, സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല, പ്രതിപക്ഷത്തിന് പോലും പറ്റില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പാറ്റകളാണ് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചതെന്നാണ്. അല്ല, RSS ആണ് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചത്. ഇന്ന് രാവിലെ സർസംഘചാലക് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. ചെറുപ്പക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, വിദ്യാർത്ഥികളെ തെരുവിൽ ഇറക്കരുത് എന്നൊക്കെ ഉള്ള അർത്ഥം വരുന്ന രീതിയിൽ അദ്ദേഹം പറയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് അതിനകത്തെല്ലാം ഉണ്ട്. അതായത് RSS ഇടപെടുന്നു എന്നുള്ളതാണ്. RSSൻ്റെ അഖില ഭാരതീയ നേതൃത്വം ഈ വിഷയത്തിൽ സമർത്ഥമായിട്ട് ഇടപെടേണ്ട സമയത്ത് അവർ ഇടപെട്ടു. ഇത് ഇങ്ങനെ അക്രമത്തിലേക്ക് സമരം പോകുന്നു, ഈ സർക്കാരല്ല അക്രമത്തിന് പ്രേരിപ്പിച്ചത്, ഒക്കെ ശരിയാണ്. സംഘം എനിക്ക് RSSനെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നത് അവിടെയാണ്. അങ്ങനെ ഒരു സംഘടന നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു, 100 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എനിക്കതിൽ കാരണം ഈ 2016 BJP അധികാരത്തിൽ വന്നപ്പോൾ മുതൽ RSSന് 2016 ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അവർക്കൊരു പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താം RSSന്. നമ്മളങ്ങനെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല. ഒരു ആരോപണവും RSSനെതിരെ അങ്ങനെ ഉയർന്നിട്ടില്ല. RSS അനാവശ്യമായി ഭരണത്തിൽ ഇടപെടുക, പോളിസി മാറ്റേഴ്സിൽ ഇടപെടുക, അഭിപ്രായങ്ങൾ പറയും. ഇപ്പം പിന്നെ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒക്കെ RSSൻ്റേതായ അഭിപ്രായമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും BJP ഭരിക്കുന്ന കാലത്തും ഒക്കെ RSS സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു. ഒരിക്കലും ബജ്രംഗ് ദൾ ആയിട്ടില്ല. അവരാണ് ആ ഒരു എതിർത്തുകൊണ്ടുള്ള സ്റ്റൈൽ എടുത്തുകൊണ്ടിരുന്നത് ബജ്രംഗ് ദൾ അല്ല, RSSൻ്റെ ഒരു പോഷക സംഘടനയാണ്. അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ എക്സ്ട്രീമാണ്. ഇവിടെ ഇന്ന് സർസംഘചാലക് വളരെ പക്വതയാർന്ന ഒരു 100 വയസ്സ് തികഞ്ഞ ഒരു സംഘടന എങ്ങനെയാണോ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് ആ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് മിനിറ്റുകൾക്കുള്ളിൽ റിസൾട്ടും ഉണ്ടായി. അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പൂർണ്ണമായിട്ടും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലായത്. സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന വിവരങ്ങൾ മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. അതുകൊണ്ട് തന്നെ RSS ഉചിതമായ സമയത്ത് ഉചിതമായ ഇടപെടൽ നടത്തി അഭിപ്രായം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ പക്ഷെ മോദി RSS പ്രചാരകനായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ RSSൻ്റെ അഭിപ്രായത്തെ, സർസംഘചാലകിൻ്റെ വാക്കുകളെ അദ്ദേഹം ഏറ്റവും പോസിറ്റീവായിട്ട് എടുക്കുകയും തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. ഈ രാജി ധർമ്മേന്ദ്ര പ്രധാനും പ്രതീക്ഷിച്ചിരുന്നതാണ് കേന്ദ്രമന്ത്രി ആണ്. പക്ഷേ അദ്ദേഹം ഇത് തന്നെയാണ്, എന്ന് രാജിവെക്കണമെന്ന് നിർദ്ദേശം വരാതെ ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു കഴിയാൻ വെറും ഒരു രാഷ്ട്രീയക്കാരൻ ഒറ്റയ്ക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യാൻ മോദി സർക്കാരിൽ ഒരിക്കലും സാധ്യമല്ല. പ്രധാനമന്ത്രിയിൽ നിന്നും പ്രധാനമന്ത്രിയിൽ നിന്നും ഒരു നിർദ്ദേശം, ഏകപക്ഷീയമായ തീരുമാനങ്ങളില്ല. കാരണം ഇത്രയും കാലം അദ്ദേഹത്തെ അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് രാജേഷ് ജി. അവര് ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞ അന്വേഷണം ഒക്കെ പ്രഖ്യാപിച്ച് 13 പേരെ അറസ്റ്റ് ചെയ്തു, അതൊക്കെ നടക്കുന്നു. അപ്പോൾ ഒരു ഷഫ്ലിംഗ് അവർ ഉദ്ദേശിച്ചു. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയിട്ട് പകരം ഒരാളെ കൊണ്ടുവരാൻ അവർ നിശ്ചയിച്ചു. നമ്മൾ തന്നെ വാർത്ത ചെയ്തതാണ്, മന്ത്രിസഭയിൽ അഴിച്ചുപണി വരുന്നു തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച്. പക്ഷേ അപ്പോഴത്തേക്കും അത് മുതലെടുക്കാൻ ചിലരെത്തി. സോനം വാങ്ചുക്ക് ഉടനെ നിരാഹാരമായിട്ട് ആദ്യം ദീപ്കെ വന്നു, ദീപ്കയുടെ പുറകെ വാങ്ചുക്കിനെ കൊണ്ടുവന്നു. വാങ്ചുക്ക് അവിടെ കയറി നിരാഹാരം കിടന്നു. എന്നിട്ട് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ കേന്ദ്ര സർക്കാർ അവരുടെ അഭിമാനം തല ഉയർത്തി.
അങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് രാജു, ഇപ്പോൾ ഒരു പ്രഖ്യാപിത പ്രതിപക്ഷ പാർട്ടി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായി രാജിവെപ്പിക്കാം, അതിനൊരു അന്തസ്സുണ്ട്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കൂട്ടായ്മ, കുറേ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ, അതിനെ മുതലെടുക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ വന്നിട്ട് വിരട്ടുന്നു, അപ്പോൾ സർക്കാർ വഴങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിനത് നാണക്കേടാണ്. അതുകൊണ്ടാണ് അവിടെ നരേന്ദ്രമോദി ബലം പിടിച്ചത്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ബലം പിടിക്കൽ വരില്ല. ഇതിന് എത്രയോ മുമ്പേ പ്രധാനെ മാറ്റുകയും പുതിയ ആൾ വരികയും മന്ത്രിസഭയിൽ അഴിച്ചുപണി നടക്കുകയൊക്കെ ചെയ്തു. ഇതിപ്പോൾ ഒരു ശസ്ത്രക്രിയ നടന്നു, രോഗി മരിച്ചു, അപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണം. ശരി, മന്ത്രി രാജിവെക്കും, കാരണം പിന്നീട് ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർന്നു. അടുത്ത പരീക്ഷ ഈ കുട്ടികളുടെ ഇതുണ്ടല്ലോ, ആത്മവീര്യം ചോർന്നു പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നടത്താമോ എന്ന രീതിയിൽ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നു. 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും നീറ്റ് എക്സാം നടത്തുന്നു. അപ്പോൾ അതിനാണ് കേന്ദ്ര സർക്കാർ പ്രാധാന്യം കൊടുത്തത്, അല്ലാതെ ഈ പ്രതികാര നടപടിക്കല്ല. എന്നാ മന്ത്രി പോട്ടെ, അങ്ങനെയല്ല. ഇനി ഇതിൻ്റെ മറുവശം കൂടി ചിന്തിക്കണം. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ വാസ്തവത്തിൽ തോറ്റതാരാ? സമരക്കാരല്ലേ തോറ്റത്? കാരണം സമരം തീർന്നില്ലേ. ഇനി എന്ത് പറഞ്ഞ് സമരം ചെയ്യും? ഇനി മോദിയുടെ രാജിയാണോ ആവശ്യപ്പെടുക? ഇനി മോദിയുടെ രാജി ആവശ്യപ്പെട്ട് വീണ്ടും സമരം മുന്നോട്ട് പോയാൽ ഇനി ജനം കൈകാര്യം ചെയ്യും സമരക്കാരെ. അങ്ങനൊരു അവസ്ഥ അതിനകത്തുണ്ട്. അപ്പോൾ സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, കേന്ദ്ര സർക്കാർ 3/2 ഭൂരിപക്ഷം ഉണ്ടാക്കി വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അവർക്ക് ഏതാണ്ട് 3/2 ഭൂരിപക്ഷം ഉറപ്പായി കഴിഞ്ഞു. ഇനി അവർ ബാക്കി ബില്ലുകൾ, ഇപ്പോൾ വന്ദേ മാതരം ബില്ല് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ നമ്മുടെ വനിതാ സംവരണ ബില്ല് പിന്നെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഡീലിമിറ്റേഷൻ അത് കൊണ്ടുവരണം, മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടണം, ഇങ്ങനെ ഒരുപാട് അജണ്ടകൾ ഇവരുടെ കൈവശമുണ്ട്. ഈ അജണ്ടകളെല്ലാം എന്താ പറയുക, അവർക്ക് ഈ ബില്ല് അവതരിപ്പിച്ചത് എങ്ങനെയെങ്കിലും പാസ്സാക്കി എടുക്കണം, അതിന്മേൽ ചർച്ചകൾ നടക്കണം. ഇത് പാർലമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ ഇതൊന്നും നടക്കില്ലല്ലോ. ലോക്സഭയും രാജ്യസഭയും ചേർന്ന് വേണ്ട ഈ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനകത്ത് യോജിപ്പും വിയോജിപ്പും വരും. പ്രതിപക്ഷം വിയോജിക്കും, പക്ഷേ അവിടെ വോട്ടിനിട്ട് ചർച്ച ചെയ്ത് വോട്ടിനിട്ട് ഇത് പാസ്സാക്കി നിയമമായി കഴിയുമ്പോൾ പിന്നെ അത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്. എതിർത്ത പ്രതിപക്ഷത്തിനും അതിനെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ RSSന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിയുടെ രാജിയെങ്കിലും നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ടാർഗറ്റ്സ് ഉണ്ട്. ഈ സമരം ഇന്ന് ശനി, ഈ സമരം ഇന്ന് കൊണ്ടെങ്കിലും തീർത്ത് നാളെ ഒരു ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച ഈ പ്രശാന്ത് പറഞ്ഞതുപോലെ വന്ദേ മാതരം ബില്ല് പിന്നെ വനിതാ സംവരണ കിടക്കുന്നു, വനിതാ സംവരണ ബില്ല് കിടക്കുന്നു. അങ്ങനെ എന്തെല്ലാം എന്തിനാ ബില്ല്? സർക്കാരിന് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരപ്രദമായ നിയമനിർമ്മാണത്തിലെ ഭേദഗതികളാണ് ഈ വരുന്നത്. അപ്പൊ ഇതൊക്കെ നടപ്പാക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഈ ബില്ലുകൾ ശരിയായ സമയത്ത് അവതരിപ്പിച്ച് പാസ്സാക്കിയില്ലെങ്കിൽ കുറ്റം സർക്കാരിൻ്റെതാണ്. അവിടെ സർക്കാരാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു, നിങ്ങളല്ലേ ഭരിക്കുന്നവർ. അപ്പോൾ നിങ്ങൾ വേണ്ടേ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വിഷയത്തെ കുറെ കൂടെ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്ക് വരും. ഇവിടെ പ്രതിപക്ഷത്തിന് പറ്റിയ അടി, ഇന്ന് കിട്ടിയിരിക്കുന്ന അടി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ സഭയ്ക്കുള്ളിൽ, പാർട്ടികൾക്ക് സഭയിൽ കയറാൻ പറ്റില്ലല്ലോ, തിങ്കളാഴ്ച മുതൽ സഭയ്ക്കുള്ളിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ഈ വരാൻ പോകുന്ന പ്രൊപ്പോസ്ഡ് ബിൽ അമെൻമെന്റ്സ് എല്ലാം അതെല്ലാം തടഞ്ഞു വെക്കണം. അതായിരുന്നു പ്രതിപക്ഷത്തിന്റെ. അതിന് നടക്കില്ല, ഇനി വേറെ എന്തെങ്കിലും പുതിയ കാരണം കൊണ്ടുവരും. ഒരു പുതിയ കാരണം കൊണ്ടുവരാനായിട്ട് ഇതിനകത്തൊന്നുമില്ല. ഇതിൽ ഇനി പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഒരു വകുപ്പിൽ വീഴ്ച ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി രാജിവെക്കാൻ തുടങ്ങിയ പിന്നെ അതിനെ സമയം കാണുള്ളൂ. അപ്പോൾ വകുപ്പ് മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു, കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകുന്നു. അവർ പറഞ്ഞതെല്ലാം അംഗീകരിച്ചല്ലോ. ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം, ഇതിൽ ഇനി ഇപ്പം ഈ എന്താ പറയുക, പഴുതടച്ച സുരക്ഷ ഈ നീറ്റ് പരീക്ഷയിൽ, ഇത് ഇവരാരും അല്ല ഈ ക്രമക്കേട് കണ്ടുപിടിച്ചത്. ക്രമക്കേട് കണ്ടുപിടിച്ചതും സർക്കാരിൻ്റെ തന്നെ സംവിധാനമാണ്. NTU എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് യൂണിറ്റ് ആണല്ലോ ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇവർക്കാർക്കും ഈ പറയുന്ന മേന്മയൊന്നും അവകാശപ്പെടാനില്ല. അതിലെ 47 പേരെയും മാറ്റി. അതിപ്പോൾ അതിൻ്റെ നടപടികളെല്ലാം അതിൻ്റേതായ ഒരു ആധികാരികതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ അങ്ങനെ നടന്നോളൂ. അതിപ്പോൾ
ഒരു സംവിധാനമല്ലേ, ഒരു മിഷണറി അല്ലേ, അതങ്ങനെ ചലിച്ചുകൊള്ളു. നല്ലൊരു കാര്യം കോടതിയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് മാറൂ, അതെ 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 എക്സാമിനേഷനിലേക്ക് സുപ്രീം കോടതി പറഞ്ഞ്. അതെ, അല്ല അതൊക്കെ വരേണ്ട കാലം കഴിഞ്ഞെന്നേ. അതൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലും അവർ പോലും ഓരോ ടെസ്റ്റുകൾ നടത്തുന്നത്, അതുപോലെ അല്ലെങ്കിൽ ജെഇ എക്സാം ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗിന്റെ അടുത്ത പടിയാണ്, നീറ്റിന്റെ അടുത്ത പടിയാണ്, കീമിന്റെ ജെഇയുടെ എക്സാം നടത്തുന്ന പോലും ലാപ്ടോപ്പ് സിസ്റ്റത്തിലാണ്, ഓൺലൈനായിട്ട് നടത്തുന്നത്. അതെ, അത്രത്തോളം അതിന് സോഫ്റ്റ്വെയർ ഉണ്ട്. അല്ല ഇനിയത്തെ കാലത്ത് അതൊക്കെയാണ് വേണ്ടതെന്ന്. നമ്മളിങ്ങനെ ഈ സ്കൂളൊക്കെ വാടകയ്ക്ക് എടുത്ത് അതൊന്നും അല്ല. പറഞ്ഞല്ലോ, വീട്ടിലിരുന്ന് അവരവരുടെ IP അഡ്രസ്സ് ഒരു കമ്പ്യൂട്ടറിലൂടെ കയറി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് വളരെ കൃത്യമായിട്ട് അത് എഴുതുന്ന ആൾ ആരാണ്, പരീക്ഷ ഉത്തരം പറയുന്ന ആൾ ആരാണ് എന്നൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്ന സംവിധാനമുണ്ട്. ഓൺലൈനിൽ തന്നെ വീഡിയോ ക്യാമറ വെച്ച്. പക്ഷേ വീട്ടിലിരുന്നുള്ള പ്രശ്നം മറ്റേത് മാൽപ്രാക്ടീസ് നടക്കും. ഒരു കേന്ദ്രത്തിലാവുമ്പോൾ അവരൊരു അത്രയും പേർ ഒരു 4 ചുവരുകൾക്കുള്ളിൽ വന്നിരുന്ന സേഫായിട്ട്. അല്ല, നമ്മൾ വിചാരിച്ചാൽ ടെക്നോളജി ഒരുപാട് വളർന്നു, മാൽപ്രാക്ടീസ് ഒക്കെ ഒഴിവാക്കാം. പക്ഷെ അതിന് ഇച്ഛാശക്തി വേണം. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇവിടെ ഇപ്പോൾ സർക്കാർ വാസ്തവത്തിൽ ഗോളടിച്ചിരിക്കുകയാണ്, പ്രതിപക്ഷം സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇത് രണ്ട്, അതായത് സർക്കാരിന് ഒരേ സമയം അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന് പറഞ്ഞതുപോലെ 2 നേട്ടങ്ങളാണ്. ഒന്ന്, സർക്കാരിന് ബില്ലുകളെല്ലാം അവതരിപ്പിക്കാം, അത് പാസ്സാക്കിയെടുക്കാം. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച സാധനങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചു. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ സർക്കാരിനെ അടിക്കാൻ ഒരു വടിയില്ല. ഇനി എന്ത് പറഞ്ഞ് ഏത് വിഷയം ഉയർത്തി സർക്കാരിനെതിരെ ബഹളം ഉണ്ടാക്കും? ഇനി സഭയിൽ ബഹളം ഉണ്ടാക്കിയാൽ സ്പീക്കർ ഓം ബിർള ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളയും. കല്യാൺ ബാനർജിയെ പുറത്ത് കളഞ്ഞത് നമുക്കറിയാം. സഭാ സമ്മേളനം തീരുന്നത് വരെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെയും അത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ബഹളം കൂട്ടിയാൽ നടപടി വരും. സഭാനാഥൻ എന്നുള്ള നിലയ്ക്ക് സ്പീക്കർ ഇടപെടും. അതിനപ്പുറത്തേക്ക് മര്യാദയ്ക്ക് ചർച്ചകൾ ചെയ്ത് അവതരിപ്പിക്കുന്ന ബില്ലുകളിൽ പാകപ്പിഴകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാം. സർക്കാർ വാസ്തവത്തിൽ മുഖം രക്ഷിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ഫുൾ മാർക്ക് കൊടുക്കുന്നത് RSSനാണ്. RSSൻ്റെ ഇടപെടൽ ഇതിലുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ RSSൻ്റെ ഇടപെടൽ അവിടുന്ന് ഒരു നിർണായക ഘട്ടത്തിൽ, RSS ഒരിക്കലും ഭരണത്തിൻ്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ മണ്ടി നടക്കുന്നവരല്ല. ഒരു നിർണായക ഘട്ടത്തിൽ RSS വളരെ കൃത്യമായിട്ട് ഇടപെടുകയും പിന്നെ മോദി സർക്കാരിനോട് RSSൻ്റെ അഭിപ്രായം, നിങ്ങളിത് ചെയ്യണം എന്നല്ല പറഞ്ഞത്, RSSന് ഈ കാര്യത്തിൽ എന്താണോ അഭിപ്രായമുള്ളത് അതവർ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ നരേന്ദ്രമോദി സർക്കാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാതൃസംഘടനയാണ് RSS. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സംഘടനയോടൊരു നാഭീനാള ബന്ധമുണ്ട്, പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. അവിടെ നിന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ തുടക്കം. അപ്പോൾ അദ്ദേഹം അത് മുഖവിലക്കെടുത്തു. എന്നാൽ ശരി, നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോകും. മാത്രമല്ല അതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം തിങ്കളാഴ്ച മുതൽ അടുത്ത നടപടികളിലേക്ക് കിടക്കണം, സഭ മുന്നോട്ട് കൊണ്ടുപോകണം. അത് മോദിയുടെയും കൂടി ഉത്തരവാദിത്വമാണ്. പ്രതിപക്ഷത്തിന് വന്നിരുന്ന് ബഹളം ഉണ്ടാക്കിയാൽ മാത്രം മതി. പക്ഷേ സഭ നടത്തിക്കൊണ്ടു പോവുക, ബില്ലുകൾ അവതരിപ്പിക്കുക, അത് പാസ്സാക്കി എടുക്കുക, അതിനെ നിയമമാക്കുക, അതിൽ വകുപ്പും ചട്ടങ്ങളും ഉണ്ടാക്കുക. FCRA നിയമം വരുമ്പോൾ പോലും പ്രതിപക്ഷം സഹകരിക്കാതെ നിൽക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അവരുടെ മൗനാനുവാദത്തോടെ FCRA നിയമം, അതായത് വിദേശ ഫണ്ട് ഇവിടെ വരുന്നതിന് നിയന്ത്രിക്കുന്ന ആ ഭേദഗതികൾ പ്രതിപക്ഷത്തിന് താല്പര്യമില്ല, അതിലും താല്പര്യമില്ല. അതൊക്കെ വലിയ രാജ്യത്ത് മുഴുവനും അത് വലിയ ചർച്ചയാവും. അല്ലാതെ ഈ നമ്മളീ കാണുന്നത് പോലെ ഒരു ഡൽഹിയിലൊരു സമരം നടന്നു, അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ നാറിപ്പോയി, അങ്ങനെയൊക്കെ ശരിയാണ്. സർക്കാരിന് ചില വീഴ്ചകൾ സംഭവിച്ചു, അല്ലെങ്കിൽ സർക്കാരിന് ചില തിരിച്ചടികൾ ഉണ്ടായി, അതൊക്കെ സത്യം തന്നെയാണ്. നമ്മൾ തുടക്കം തൊട്ട് പറയുന്നത് എന്താണ്, ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ IHRD മിനിസ്റ്റർ അദ്ദേഹം ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. അദ്ദേഹമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതെന്ന് ആരും പറയുന്നില്ല, പ്രതിപക്ഷം പോലും പറയുന്നില്ല. പക്ഷെ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്ത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ മാപ്രകളെല്ലാം ആഘോഷിക്കും, മോദി വീണേ മോദി വീണേ. ഇതിനകത്ത് സത്യത്തിൽ വീണതാരാണ്? പ്രതിപക്ഷത്തെ അല്ലേ മുട്ടുകുത്തി. ഇപ്പോൾ നമ്മുടെ ചാനലുകളെല്ലാം അടിക്കുന്നുണ്ട്, പിന്നെ ഹിറ്റടിച്ച് പാറ്റകൾ. ഏഷ്യാനെറ്റ്
ഏഷ്യാനെറ്റിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പിന്നെ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ സ്വന്തം ചാനൽ 79% ഷെയറുള്ള ചാനലാണ്. 89% ഷെയറുള്ള ചാനലാണ്. ആ ചാനല് ആണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ഹിറ്റടിച്ച് പാറ്റകൾ, മോദി മുട്ടുകുത്തി തുടങ്ങിയ അതൊക്കെ അവരുടെ കാര്യം, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വാർത്തകളെ നിഷ്പക്ഷമായിട്ട്, വസ്തുതകളെ നിഷ്പക്ഷമായിട്ട് സമീപിക്കുക. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവിടെ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. കാരണം അവർ പിന്നെ ഒരു നിർണായക ഘട്ടത്തിൽ, യുദ്ധത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ആയുധം നഷ്ടപ്പെട്ട് തേർത്തട്ടിൽ അന്താളിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പുറത്ത് സർവ്വസന്നാഹങ്ങളോടും കൂടി എന്താ പറയുക, യുദ്ധം ജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ അവരാണ് തോറ്റതെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് വ്യക്തമാകും. നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം നടന്നു എന്നുള്ളതാണ്. അത് മന്ത്രിയുടെ രാജി തീർച്ചയായിട്ടും ഉചിതമായത് തന്നെ. അതിന് RSSും കൂടി കാരണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിത് എൻ്റെ വിലയിരുത്തലാണ് പറയുന്നത്. കാരണം സർസംഘചാലകിൻ്റെ രാവിലെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ അത് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഇതൊക്കെയാണ് പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അത് ഉചിതമായിരുന്നു. കൃത്യസമയത്ത് തന്നെ അത് നടന്നു. അത് BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ അതിനെ മുഖവിലക്കെടുത്തു, അത് അനുസരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു സമവായം ഉണ്ടായിരിക്കുന്നു. മറ്റു കാര്യങ്ങൾ പുരോഗമിക്കട്ടെ. തിങ്കളാഴ്ച തൊട്ട് സഭ പൂർവാധികം ഭംഗിയായി സമ്മേളിക്കട്ടെ. ജനോപകാരപ്രദമായ ബില്ലുകളും നിയമങ്ങളും ചർച്ച ചെയ്ത് പിഴവുകൾ തിരുത്തി കുറ്റമറ്റ, അഴിവുറ്റ ഒരു നിയമം അല്ലെങ്കിൽ നിയമങ്ങൾ പാസ്സായി വരട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ.